ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്തേ. ഇന്ന് ഗംഭീരമായൊരു സോഷ്യൽ മീഡിയ പ്രസ്താവന കാണാനിടയായി. അപ്പം അതിനകത്ത് പറയുന്നത്, സംഘപരിവാറിന് കലയും സാഹിത്യവും മനസ്സിലാകില്ല, സമൂഹത്തിൽ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തെ ഞാൻ മുൻകൂട്ടി കാണുന്നു. ഞെരളത്ത് ഹരിഗോവിന്ദൻ റിപ്പോർട്ടർ ചാനലിനോട്. അപ്പോ ഇതിന്റെ അടിസ്ഥാനം എന്താ വെച്ചാല്, ഞെരളത്ത് ഹരിഗോവിന്ദൻ പോയിട്ട് മുസ്ലിം ലീഗിൽ ചേർന്നു. അപ്പൊ ഞെരളത്ത് ഹരിഗോവിന്ദൻ ഇനി അധികം വൈകാതെ പൊന്നാനിയിൽ പോവും, തുമ്പ് മുറിക്കും. അപ്പോ അത് ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്നുള്ളത് ഞെരളത്ത് ഹരിഗോവിന്ദ പിന്നെ എന്താ പറയാ, കോയ എന്ന പേരിൽ അറിയപ്പെടുമായിരിക്കാം. മേ ബി എന്തെങ്കിലും ചെയ്യട്ടെ, പ്രശ്നമില്ല. ഈ ഞെരളത്ത് ഹരിഗോവിന്ദൻ ഈ പറയുന്ന മുസ്ലിം ലീഗിൽ പോയി ചേർന്നിട്ട് അവിടെ ചെന്നോണ്ട് ഇയാളിനി എല്ലാ പിന്നെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പും ഇയാളുടെ ഹരിഗോവിന്ദം പാടുമായിരിക്കും, അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് കുനിച്ചു നിർത്തി അവിടെയുള്ളവർ പാടിക്കുമായിരിക്കും. എന്തായാലും ഞെരളത്ത് ഹരിഗോവിന്ദന് ഇനി വെളിച്ചെണ്ണ ഒരുപാട് വേണ്ടി വരും, അത് ഉറപ്പാണ്. കാരണം ഈ സംഗതി കൊട്ടിപ്പാടുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ വഴിപാട് നടയടി ഉണ്ടാവില്ലേ, അപ്പൊ ആ നടയടി ഉറപ്പായിട്ടും നടക്കേണ്ടത് തന്നെയാണ്. അവനവന്റെ സോപാന സംഗീതം കൊണ്ടുപോയിട്ട് കാഴ്ച വെച്ചിട്ടുള്ളത് ഈ പറയുന്ന മുക്രികളുടെ മുമ്പിലാണ്. ഈ സോപാന സംഗീതം എന്ന് പറയുന്ന വാക്കിന് തന്നെയുണ്ട് ഒരു എന്താ പറയാ, ഒരു പുണ്യത. അപ്പൊ അവരവര് ഇത്രയും കാലം കൊട്ടിപ്പാടിയ, അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ, അല്ലെങ്കിൽ ദേവിയുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾക്കൊക്കെ അതിന്റെയൊക്കെ മുന്നിൽ കൊട്ടിപ്പാടിയ സോപാന സംഗീതം എന്ന് പറയുന്ന ആ സംഗീതം, ഈ മ്യൂസിക് ഹറാമാണ്, പാട്ട് ഞമ്മക്ക് ഹറാമാണ്, സിനിമ ഞമ്മക്ക് ഹറാമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യരുടെ മുൻപിലേക്ക് വെറും എന്താ പറയാ, ഈ പറയുന്ന 10 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞ പോലെ 10 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് സോപാന സംഗീതത്തെ ഒറ്റുകൊടുത്ത ഒരു എന്താ പറയാ, ഒരു നിരീശ്വരവാദിക്ക് ഇതിനേക്കാൾ കൂടുതൽ ബഹുമാനം കൊടുക്കാം നമുക്ക്. ഇത്രയും വർഷങ്ങള് സോപാന സംഗീതം കൊട്ടിപ്പാടിയ ഒരാള് ഈ പറയുന്ന മുസ്ലിം ലീഗ്, വേറെ ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് സഹിക്കായിരുന്നു, മുസ്ലിം ലീഗിന്റെ മുമ്പിലാണ് പോയിട്ട് ഈ അടിയറവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി കുനിഞ്ഞു നിൽക്കലും വെളിച്ചെണ്ണ പ്രയോഗവും മാത്രമായിരിക്കും ഹരിഗോവിന്ദന്. കാരണം അതിൽ നിന്നിട്ട് ഇനി ഒരു മോചനം ഉണ്ടാവില്ല, പുള്ളി അങ്ങ് തിരക്കായി പോകും. അപ്പൊ ഹരിഗോവിന്ദ എന്താണെങ്കിലും ശരി, സംഘപരിവാറിന് കലയും സാഹിത്യവും മനസ്സിലാകില്ല എന്നൊക്കെ പറയുമ്പോ അത് കുറച്ച് ഓവറല്ലേ ഈ ഹരിഗോവിന്ദ? അതൊക്കെ പറയല്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച 4 വെള്ളിക്കാശൊക്കെ നക്കാപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അതൊക്കെ മേടിച്ചോ, സക്കാത്ത് മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല. കാരണം ഇന്ന് പൈസക്കാണ് ഏറ്റവും കൂടുതൽ മൂല്യം. ഒരാളെ കൊന്നിട്ട് വന്നിട്ടായാലും അവൻ പൈസക്കാരനായാൽ ആ പൈസക്കാണ് കൂടുതൽ മൂല്യം കൂടുതൽ. ഒരാളെ വേശ്യാവൃത്തിയിൽ കൂടി പൈസ സമ്പാദിച്ചാലും അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസക്കാണ് മൂല്യം കൂടുതൽ. അപ്പൊ പൈസയാണെന്ന് ഏറ്റവും കൂടുതൽ. അപ്പൊ അത് മേടിച്ചോ, നക്കാപ്പിച്ച കിട്ടിക്കഴിഞ്ഞാൽ മേടിച്ചോ. കാരണം കേരളത്തിൽ ഏത് വഴിക്ക് നോക്കിയിട്ടായാലും വേണ്ടില്ല, അടുത്ത മുഖ്യമന്ത്രിയാവണം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ അടുത്ത കേരളം ഭരിക്കേണ്ടത് മുസ്ലിം ലീഗ് ആയിരിക്കണം എന്നുള്ള തല കുത്തി മറിഞ്ഞുകൊണ്ടുള്ള പരിപാടികളാണ് ഈ കാണിക്കുന്നതൊക്കെ. അപ്പൊ വേണമെങ്കിൽ നമ്മുടെ സന്ദീപ് വാര്യരായിരിക്കും വഴികാട്ടിയായിട്ടുണ്ടാവുക. കാരണം അനുഭവം ഗുരു എന്നാണല്ലോ സന്ദീപ് വാര്യര്. അപ്പൊ ഇതിന്റെ വഴികാട്ടി എന്തായാലും പിന്നെ മൂപ്പരന്നെ ആയിരിക്കും, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഞെരളത്ത് ഗോവിന്ദൻ ഇനി എവിടെ കൊട്ടിപ്പാടും? പാണക്കാട് ശിഹാബ് തങ്ങളുടെ കാലിന്റെ അടിയിൽ പോയിട്ട് ഇനി കൊട്ടിപ്പാടും. സോപാന സംഗീതം അവിടെയായിരിക്കും ഇനി ആദ്യം ഉണർത്തിക്കാൻ പോകുന്നത്. അപ്പോ ഈ പറയുന്ന വന്ദേ മുകുന്ദ ഹരേ എന്ന് പറയുന്നതിന് പകരം വന്ദേ മുസിലിയാരേ എന്നായിരിക്കും ഇനി തുടക്കം. വന്ദേ മുസിലിയാരേ പടച്ച റബ്ബേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ മുക്രി അവിടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഇദ്ദേഹത്തിന്റെ കൊട്ടിപ്പാടൽ സോപാന സംഗീതമായിരിക്കും ആദ്യം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി ചടങ്ങുകളൊക്കെ. പിന്നെ വെളിച്ചെണ്ണ പ്രയോഗം, പിന്നെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ. അതങ്ങനെ. ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ നരകത്തിൽ പോകുന്നു പറയുന്ന ടീമിന്റെ അടുത്തേക്കാണ് ഈ സോപാന സംഗീതം കൊട്ടിപ്പാടുന്ന ഞെരളത്ത് ഗോവിന്ദൻ പിന്നെ എഴുന്നള്ളി പോയിരിക്കുന്നത്. എത്രത്തോളം ലജ്ജാവഹമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ അവൻ അപ്പ നരകത്തിൽ പോവും. ഈ പറയുന്ന ടീംസിന്റെ ഇടയിലുള്ള ആൾക്കാർ പറയണതാണ്, ഞാൻ പറയണതല്ല. ഈ ടീംസ് പറയണതാണ്. ഇവര് ഈ മേത്തൻ ടീംസ് പറയുന്ന മൊത്തം പരിപാടി ഇതാണ്. കാരണം ഒരാള് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ അയാള് അന്നേരം നരകത്തിൽ പോവും.
ഏതെങ്കിലും ഹിന്ദു അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് 50 രൂപ വഴിപാടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേശ്യാലയത്തിന് അതിനേക്കാളും ഭേദം വേശ്യാലയത്തിന് കൊടുക്കാന്നാ പറയുന്നത്. അതിന് തുല്യമാണെന്ന് പറഞ്ഞതാണ്. ഇത് മുഴുവനും എപ്പോഴും കിടപ്പുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേശ്യാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണെന്ന്. ഒരു അമ്പലത്തിന് ഒരു 50 രൂപ നമ്മള് ഇതുപോലുള്ള വഴിപാട് കൊടുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രസീത് മുറിച്ചിട്ട് അവർക്ക് കൊടുക്കോ ചെയ്തു കഴിഞ്ഞാൽ അത് ഇതിന് തുല്യമാണെന്ന് പറഞ്ഞതാണ്. ആലോചിച്ച് നോക്കി നോക്കൂ. അത് മാത്രമല്ല, പാട്ട് ഞമ്മക്ക് ഹറാമാണ്, സിനിമ ഞമ്മക്ക് ഹറാമാണ്, പാട്ട് പാടാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, ഇതെല്ലാം ഹറാമായിട്ടുള്ള ഒരു ടീം കുറച്ച് പൈസ കൊടുത്തിട്ട് അതിന് അടിയറവും അടിക്കാനായിട്ട് വെച്ചതാണ് ഞരളത്ത് ഗോവിന്ദൻ. ഞരളത്ത് ഗോവിന്ദൻ അങ്ങ് ചെന്ന് കയറി കൊടുത്തിട്ട് പറയണതാണ് ഇവിടുത്തെ സംഘപരിവാറിന് സാഹിത്യം എന്താണെന്നോ കല എന്താണെന്നോ അറിയില്ല എന്ന്. അപ്പൊ ഇനിയിപ്പൊ സാഹിത്യവും കലയും അറിയുന്ന ടീമാണ് ആര്? ഞമ്മന്റെ ടീം. ഞമ്മന്റെ ടീമിനെ 5 നേരം നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞരളത്ത് ഗോവിന്ദന്റെ സോപാന സംഗീതം അങ്ങോട്ട് അടിച്ചു വിടും. അത് കഴിഞ്ഞിട്ടേ ഇനി ബാങ്കുവിളിയും തൊള്ളതുറക്കലും ഉണ്ടാവുള്ളൂ. അതായിരിക്കും ഇനി പുതിയ ഏർപ്പാട്. എത്രത്തോളം ലജ്ജാവഹാണ് ഈ കാണിച്ചു കൂട്ടുന്ന പരിപാടികളൊക്കെ. നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരൊക്കെ ഇതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? ഇത്രയും ഇനി ഇതുപോലുള്ള ഈ പറയുന്ന സോപാന സംഗീതം കൊട്ടിപ്പാടാനായിട്ട് ഭഗവാന്റെ മുന്നിലോ ദേവിയുടെ മുന്നിലോ ഈശ്വരന്മാരുടെ മുമ്പിലോ ഈ സാധനം തൂക്കിപ്പിടിച്ചിട്ട് ഈ അലവലാതി വരുമ്പോ അമേധ്യത്തിൽ മുക്കിയ ചൂലുകൊണ്ടൊക്കെ ഇവന്റെ മോന്തയ്ക്ക് അടിക്കണം. അതാണ് വേണ്ടത്. ഇക്കണ്ട കാലം ഇവൻ ജീവിച്ചതും ഇക്കണ്ട കാലം ഇവനൊരു കലാകാരൻ എന്നറിയപ്പെട്ടതും ഈ സോപാന സംഗീതത്തിന്റെ പേരിലാണ് ആണല്ലോ. ആ സോപാന സംഗീതം കൊണ്ടുപോയിട്ട് മുസ്ലിം ലീഗിന്റെ കാലിന്റെ അടിയിൽ അടിയറവ് വെച്ചിട്ട് പറയണതാണ് RSSകാരന് ഇവിടുത്തെ സംഘപരിവാറിന് ഇവിടുത്തെ കലയും സാഹിത്യത്തെ കുറിച്ചും അറിയില്ലെന്ന്. പെട്ടെന്നൊരു ദിവസം അങ്ങ് മലർന്നടിക്കുക, പെട്ടെന്നൊരു ദിവസം നമ്മളെ എല്ലാവരെയും പൊട്ടന്മാരാക്കുക. ഈ വിശ്വാസങ്ങളെ ഇക്കണ്ട കാലം ഈ വിശ്വാസങ്ങളെ മുഴുവനും വിറ്റു തിന്നവനാണ് പറയുന്നത്. നമ്മുടെ അമ്പലങ്ങളിലും വിശ്വാസങ്ങളിലും കയറിയിട്ട് ഈ സാധനം കഴുത്തിൽ തൂക്കി അപ്പൊ അവനത് കഴുത്തിൽ തൂക്കിയിട്ട്, അതായത് കുരങ്ങന്റെ കഴുത്തിലിട്ട പൂമാല പോലെയായിരുന്നു ഞരളത്ത് ഗോവിന്ദന്റെ കഴുത്തിൽ കിടന്നിരുന്ന സോപാന സംഗീതം. ഇടയ്ക്ക അവൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അതിനൊരു മൂല്യം കൽപ്പിച്ചിട്ടില്ല. ഈ പറയുന്ന സാധനത്തിന് യാതൊരു മൂല്യം കൽപ്പിച്ചിട്ടില്ല. ശ്രീകൃഷ്ണ പ്രസാദ്, ഹായ്, നമസ്തേ. അപ്പോ ഈ സംഭവം കഴുത്തിൽ തൂക്കിയിട്ടുണ്ട് ഭഗവാനെ കൊട്ടി ഉണർത്തുന്നത് ഇവൻ എന്തെന്നാണ് കാണിച്ചു കൊണ്ടിരുന്നത് ഈ കണ്ട കാലം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ആ മനസ്സിലാവലിന്റെ ഇതാണ് ഇതൊക്കെ. നമ്മളുടെ കൺമുന്നിൽ വരുന്ന ഈ സംഗതികളൊക്കെയാണ് നമുക്കിന്ന് സത്യമായിട്ട് നമ്മൾ നോക്കി കാണേണ്ടത്. എങ്ങനെയുണ്ട് ഞരളത്ത് ഗോവിന്ദന്റെ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ സോപാന സംഗീതം അടിയറ വെച്ചത്? അതായത് ഏതെങ്കിലും ഇത്രയും കാലം സഖാവായിരുന്നു, സഖാവ് പോയിട്ട് ഇപ്പം ഈ തന്തയ്ക്ക് ജനിക്കാത്ത പരിപാടി എന്ന് പറഞ്ഞ മാതിരി 10 രൂപ അപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ പൊന്നാനിയിൽ പോകാൻ തയ്യാറായി, അവന്റെ തുമ്പ് കെട്ടിയാൻ തയ്യാറായി, അവൻ പോയി അവിടെ കൊണ്ട് കാൽ കീഴിൽ സമർപ്പിച്ചു. ശരി, അത് അവന്റെ ഇഷ്ടം. പക്ഷെ എന്നിട്ട് പറയണതാണ് സംഘപരിവാറിന് അറിയില്ലെന്ന് കലയും സാഹിത്യവും എന്താണെന്ന്. ആ പോണ പോക്കിൽ മണ്ടക്കിട്ടത് താങ്ങും. പിന്നെ ഇവനാണോ അറിയാവുന്നത്? സോപാന സംഗീതം സത്യത്തിൽ എന്താണെന്ന് ഞരളത്ത് ഗോവിന്ദൻ അറിയാവോ? സോപാന സംഗീതത്തിന്റെ എന്താ പറയാ, അതിന്റെ സംശുദ്ധി, സോപാന സംഗീതം എന്താണെന്ന് കൃത്യമായിട്ട് അറിവുള്ളവനായിരുന്നെങ്കിൽ ഈ പണി ചെയ്യില്ലല്ലോ. അപ്പൊ ഞമ്മക്ക് കാശാണ് മുഖ്യം, കാശാണ് മുഖ്യം. പണം കൊടുത്താൽ എന്താ കിട്ടാത്ത ഈ ലോകത്ത്? അച്ഛനെയും അമ്മയും വരെ കിട്ടും, അച്ഛനെയും അമ്മയെയും വരെ കിട്ടും. അപ്പൊ അത്രത്തോളെ ഈ സംഭവങ്ങൾക്കൊക്കെ വില കൽപ്പിച്ചിട്ടുള്ളൂ. ഭഗവാന്റെ വിശ്വാസങ്ങളായാലും മറ്റുള്ള ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളായാലും ഇത്രയും സംഗതികൾ മുഴുവനും കൊണ്ടുപോയിട്ട് ഈ എല്ലാം ഹറാമായ, അതായത് ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തോ ആവട്ടെ നമുക്കത് മനസ്സിലാക്കാം. മറ്റൊരു വിശ്വാസിയുടെ കാൽക്കീഴിലാണ് പോയത് ഇങ്ങനെ ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ അതല്ല, കലയും സാഹിത്യവും പാട്ടും സിനിമയും എല്ലാം ഹറാമാണ്, ഡാൻസ് ഒക്കെ ഹറാമാണെന്ന് പറയുന്ന ഒരു വർഗങ്ങളുടെ മുമ്പിലാണ് കൊണ്ടുപോയിട്ട് ഈ സോപാന സംഗീതം കാൽക്കൽ വെച്ചിരിക്കുന്നത്. ശിഹാബ് പാണക്കാട് പോയിട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ പാണക്കാട് രാവിലെ എണീക്കുമ്പോ കൊട്ടിപ്പാടാനായിട്ട് സോപാന സംഗീതമായിരിക്കും ആദ്യം തുടങ്ങുക. അല്ലാതെ ഇപ്പൊ എന്താ നോനിപ്പോ ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയാ? മുടിഞ്ഞ കൂത്തിരുന്ന് കാണാന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിനൊക്കെ പുറമെ ഈ സംഗതികൾ മുഴുവൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും കുറ്റം നമുക്ക്. അരിയും തിന്നു, ആശാരിച്ചയും കടിച്ചു, വട്ടിയും കടിച്ചു കീറി, എന്നിട്ടും പട്ടിക്ക് മോറുവീർപ്പെന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ.
അതിന്റെ ഇടയിൽ മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട്, ത്രിപുര മുഖ്യമന്ത്രി പറയാണ് നിരീശ്വരവാദികൾ കേരളം ഭരിച്ചതാണ് ക്ഷേത്രസ്വത്തുക്കൾ കൊള്ളയടിക്കാൻ കാരണമെന്ന് വേറെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആര്? ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ കണ്ണൂരിൽ പറഞ്ഞു എന്ന്. സത്യമായ കാര്യമാണ്. നിരീശ്വരവാദികൾ കേരളം ഭരിച്ചതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെട്ടത്. വളരെ സത്യസന്ധമായ ഒരു പ്രസ്താവന തന്നെയാണ്, അതിലൊരു സംശയവും. ഈ നമ്മുടെ എന്താ പറയാ, ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞതിന് ഹൈക്കോടതി അങ്ങേയറ്റം പരാമർശിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പ്രസ്താവന ഒന്നും രണ്ടും വട്ടം ആലോചിക്കണം. അതിനെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഹൈക്കോടതി ഗംഭീര പരാമർശം നടത്തിയിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ സാറിനെതിരെ. ഹിന്ദുവ് പറയാൻ പാടില്ല, ഹിന്ദു എന്ന് പറയാനും പാടില്ല, ഹിന്ദു എന്ന് മിണ്ടാനും പാടില്ല. ഹിന്ദു എന്ന് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു. കഴിഞ്ഞ 50 വർഷമായിട്ട് ഇവിടെ ഒരു ഹിന്ദു MLA ഉണ്ടായില്ല എന്നൊരാൾ പറഞ്ഞപ്പോ ഹിന്ദു എന്നുള്ള 2 വാക്ക് തിരിച്ചു പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കേരളം ഭരിച്ചിട്ട് ഈ പറയുന്ന സ്വത്തുക്കൾ മുഴുവനും കൊള്ളയടിച്ചു. ഈ പറയുന്ന കോടതികൾക്കോ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ജില്ലാ കോടതിക്കോ ആർക്കും ഒരു പരാതിയില്ല. ആരും അതൊന്നും കാണുന്നുമില്ല. ഇവിടുത്തെ ഹിന്ദുവിനെ പന്ത് തട്ടുന്ന പോലെ തട്ടിയാലും, ഇവിടുത്തെ ഹിന്ദുവിനെ കൊന്നു തൊലച്ചു കളഞ്ഞാലും, ഇവിടുത്തെ ഹിന്ദുക്കളുടെ എല്ലാ ശതമാനങ്ങൾ കുറഞ്ഞാലും, ഹിന്ദു മുച്ചൂടും മുടിഞ്ഞാലും ഇവിടുത്തെ നിയമങ്ങൾക്കോ കോടതികൾക്കോ ആർക്കും ഒരു സങ്കടവും ഇല്ല. പിന്നെ ഈ ഞെരളത്ത് ഗോവിന്ദനെ പോലെയൊക്കെ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിച്ചിട്ട് അയാളുടെ കാൽക്കീഴിൽ കൊണ്ടുപോയിട്ട് സർവസ്വവും കാണിക്ക വെക്കുന്നവനെ പോലെ ആയി കഴിഞ്ഞാൽ നമ്മളും രക്ഷപ്പെട്ടു. അത്രയേ ഉള്ളൂ. അല്ലാത്തവർക്കൊന്നും ജീവിക്കണ്ട. കാരണം പണം അവരുടെ കയ്യിലാണ്. പണം അവരുടെ കയ്യിലിരിക്കുമ്പം ആ പണം കൊടുത്തിട്ട് വാങ്ങാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ. പണം കൊടുത്താൽ എല്ലാം വാങ്ങാം. പിന്നെ ഈ നട്ടലിന് ഉറപ്പില്ലാത്ത ഇതുപോലുള്ള അലവലാദികള് നമ്മളെ ഹിന്ദു സമൂഹത്തെ മൊത്തം പറയിപ്പിക്കാനായിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു തമാശ. അപ്പൊ സോപാന സംഗീതം ഇനി മുഴങ്ങാൻ പോകുന്നത് സഖാവ് പാടിയിട്ടാണ്. സോപാന സംഗീതം ഇങ്ങനെ മുഴങ്ങിക്കേക്കാം. അത് എവിടെ മുഴങ്ങിക്കേക്കാം? മുസ്ലിം പള്ളിയുടെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം സോപാന സംഗീതമായിരിക്കും. പാണക്കാട് ശിഹാബ് തമ്മിൽ രാവിലെ എണീക്കുന്നതിന് മുമ്പ് അവിടെ സോപാന സംഗീതമായിരിക്കും ഇനി മുഴങ്ങാൻ പോകുന്നത്. ഇനി ക്ഷേത്രങ്ങളില് ഭഗവാനെ ഉണർത്തുന്ന പോലെയല്ല, എല്ലാ പള്ളികളിലും 5 നേരം നിസ്കരിക്കുന്നതിന് മുമ്പ് ഇനി സോപാന സംഗീതമായിരിക്കും അവിടെ മുഴങ്ങാൻ പോകുന്നത്. കോളാമ്പി വെച്ച് കെട്ടിയിട്ട് ഓരോ നിസ്കാരത്തിന് മുമ്പുണ്ടാവും വന്ദേ മുസ്ലിഹരേ എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടക്കം ഉണ്ടാവുക. വന്ദേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തുടക്കത്തോട് കൂടിയിട്ടായിരിക്കും ഇനി സർവത്ര കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത്. ഇത്രയും നാണം മാനവും കെട്ട മനുഷ്യരെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എന്നിട്ട് അവൻ തന്തയിലായ കാണിച്ചതിന്, ഈ പറയുന്ന ഞെരളത്ത് ഗോവിന്ദൻ എന്ന് പറയുന്നവൻ അവൻ തന്തയില്ലായ്മ കാണിച്ചതിന് കുറ്റം അപ്പോഴും കിടക്കട്ടെ സംഘപരിവാറിന്റെ തലയിൽ. ഇത് എളവർമ്മ തീണ്ടാരിയായാലും ഇളയതിന്റെ തലയിൽ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. എളവർമ്മ തീണ്ടാരിയാണ്, ശരി, അതും ഇളയതിന്റെ തലയിലാണെന്ന്. എളവർമ്മ എന്ന് പറഞ്ഞ ഇളയതിന്റെ ഭാര്യ പറയുന്നതാണ് എളവർമ്മ. അപ്പൊ എളവർമ്മ തീണ്ടാരിയല്ലേ ഇളയതിന്റെ തലയിൽ എന്ന് പറഞ്ഞ പോലെ ഞെരളത്ത് ഗോവിന്ദൻ പാണക്കാട് ശിഹാബിന്റെ കാലിന്റെ അടിയിൽ പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. പക്ഷെ അപ്പോഴും കുറ്റം സംഘപരിവാറിന്. ചേടാ, ഇതെന്തോന്നത്? എന്തൊരു വൈരുദ്ധ്യാത്മക ഭൗതിക വാദമാണ് ഇതൊക്കെ. എനിക്ക് തന്നെ ഞാൻ നമ്മുടെ ഗോവിന്ദ മാഷ പോലെ ഞാൻ എന്തായാലും കടിച്ചാ പൊട്ടാത്ത കുറച്ച് വാക്കുകൾ പറയാൻ ശ്രമിച്ചു നോക്കട്ടെ. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ഇടയിൽപ്പെട്ട് ഞാനങ്ങ് മണക്ലേശത്തോട് കൂടിയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാനാണാവോ അറിയില്ല. അപ്പൊ എന്തായാലും ഞെരളത്ത് ഗോവിന്ദ എന്തായാലും 4 തുട്ട് കൈ കിട്ടിയെന്നുണ്ടെങ്കിൽ അതും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് മിണ്ടാണ്ടിരുന്നാ മതി. സംഘപരിവാറിന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട. താൻ പോയിക്കോളൂ. താൻ എവിടെ വേണമെങ്കിലും പോയിട്ട് മുക്രിയുടെ വീട്ടിലോ മൊല്ലാക്കയുടെ വീട്ടിലോ ഉസ്താദിന്റെ വീട്ടിലോ അല്ലെങ്കിൽ പാണക്കാടിന്റെ വീട്ടിലോ താൻ കുനിഞ്ഞു കുത്തി നിന്ന് വെളിച്ചെണ്ണ പ്രയോഗം നടത്തി തന്റെ പിൻഭാഗം വിശാലമാക്കിക്കോളും. ഞമ്മക്ക് യാതൊരു വിരോധവും ഇല്ല. നമുക്ക് യാതൊരു വിരോധവും ഇല്ല. വി ഡോണ്ട് കെയർ. കാരണം ഇക്കണ്ട കാലവും ഒരു പേരെടുക്കാനായിട്ട് തയ്യാറായതും ഒരു പേരെടുത്ത് വന്നതും സോപാന സംഗീതത്തിന്റെ പേരിലാണല്ലോ, ഒരു ഹിന്ദു എന്ന നിലയിലാണല്ലോ. അല്ലാണ്ട് ഇപ്പൊ ഒരു മുസ്ലിമായിട്ട് ജനിച്ചിട്ട് സോപാന സംഗീതം വച്ച് കൊണ്ടുവന്നതല്ലല്ലോ ഈ കണ്ട കാലം. ഒരു ഹിന്ദു എന്ന നിലയിൽ സോപാന സംഗീതത്തിന്റെ എല്ലാ തരത്തിലുള്ള സംശുദ്ധിയോട് കൂടിയിട്ട് ഇത്രയും കാലം ജീവിച്ചിട്ടാണല്ലോ, അതായത് കൊണ്ടാണല്ലോ കിട്ടിയത്.
അപ്പൊ അതിൽ നിന്ന് കിട്ടിയത് മുഴുവനും കൊണ്ടുപോയിട്ട് ഇനി എവിടെ കൊണ്ട് സാഷ്ടാംഗം വെച്ചാലും നമുക്ക് യാതൊരു വിരോധവുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ പോണ പോക്കിൽ നമുക്കിട്ട് താങ്ങണ്ട. അത് വല്ലാത്തൊരു തന്തയില്ലായ്മയാണ്. എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ച് നന്നായിട്ട് പിന്നെ എന്താ പറയാ കയ്യിൽ വെടിച്ചു നക്കി കൊണ്ട് നടന്നോളൂ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ എന്റെ ഇത്രയും കാലത്തെ ഇതുപോലത്തെ പരിപാടികൾ ചെയ്യുന്നവന്മാര് വിശ്വാസത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ ഇടക്കയും തൂക്കിയിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോ ഇവനെയൊക്കെ അമേധ്യത്തിൽ മുക്കിയ ചൂല് മുക്കി ഇവന്റെയൊക്കെ മോന്തക്കടിക്കണം. ഭഗവാനെ വളർത്താനൊന്നും ഇവൻ വരണ്ട. ഇവനെ പോലുള്ളവർ ചണ്ടിയും തൂക്കി വരണ്ടാന്ന്, ഇടയ്ക്കും തൂക്കി വരണ്ട. അതിനോട് വിശ്വാസമുള്ളവർ മാത്രം വന്നാൽ മതി. സോപാന സംഗീതം എന്താണെന്നും സോപാന സംഗീതത്തിന്റെ സംശുദ്ധിയും സോപാന സംഗീതം എന്തിനു വേണ്ടിയിട്ടാണെന്നും സോപാന സംഗീതം ആർക്ക് വേണ്ടിയിട്ടാണെന്നും അത് വിനിയോഗിക്കാനും അതിന്റെ സംശുദ്ധിയും നിലനിർത്താനായിട്ട് ഉറപ്പുള്ളവർ മാത്രം അതും തൂക്കിക്കൊണ്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഇവനൊക്കെ പോയിട്ട് വല്ല മദ്രസയിലോ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിലോ പോയിട്ട് പാടിയാൽ മതി. വി ഡോണ്ട് കെയർ, നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ കുറച്ചു കാലം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഏതോ ഒരു മുസ്ലിം പള്ളിയുടെ ഭാഗത്ത് ചെണ്ട കൊട്ടാനായിട്ട് ചെന്നിട്ട് ഒരു പെണ്ണുമ്പിള്ള ചൂലെടുത്തത് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടെന്ന് എനിക്ക് കുറെ റിപ്പോർട്ട് കിട്ടിയതാണ്. സത്യസന്ധമായിട്ട് 2-3 പേര് ചെണ്ട കൊണ്ടുവന്നിട്ട് അവിടെ പിന്നെ പഞ്ചവാദ്യോ ചെണ്ടവാദ്യോ എന്തോ നടത്തിയിട്ടൊരു മുസ്ലിം ലേഡി ഭയങ്കരമായിട്ട് പ്രകോപിച്ച് ചീത്ത പറയുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. അത്രയ്ക്കും ഹറാമാണ് ഈ വർഗങ്ങൾക്ക് പാട്ടും സംഗീതവും. അത്രയ്ക്കും ഹറാമായ വർഗങ്ങളുടെ കാൽച്ചോട്ടിലാണ് സോപാന സംഗീതം കൊണ്ട് അടിയറ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് എത്രത്തോളം പോവും, ഇത് എങ്ങനെ പോകും എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഇതിലൊന്നും യാതൊരു വിരോധവും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഒരു സ്വതന്ത്ര ജന്മമാണ്, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇതിപ്പോ നേരെ തിരിച്ചാണ് നടന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നേരെ തിരിച്ചാണ് നടന്നെന്നുണ്ടെങ്കിൽ ആ പറയുന്നവന്റെ കഴുത്തിൽ തല കാണില്ല. അത്ര വ്യത്യാസമേ ഉള്ളൂ. അതറിഞ്ഞാ മതി. അതാണ് ഇവിടുത്തെ മതേതരത്വം. ആ ഓമന പേരിട്ട് വിളിക്കുന്നുണ്ടല്ലോ മതേതരത്വം. ഇവിടുത്തെ മതേതരത്വം അത്രയേ ഉള്ളൂ. ഹിന്ദുവിന് ഇവിടെ അവന്റെ സ്വതന്ത്ര ജന്മമാണ്, അവൻ എന്ത് തീരുമാനങ്ങളും എടുക്കാം, ഒരു പ്രശ്നമില്ല. ആർക്ക് വേണമെങ്കിലും അവന്റെ നെഞ്ചത്തോട്ട് കയറാം, എന്ത് വേണമെങ്കിലും ആവാം. പന്ത് തട്ടുന്ന പോലെ വഴിയിൽ തൂക്കിയ ചെണ്ടയാണ് ഹിന്ദു, ആർക്കും കൊട്ടാം. പക്ഷെ അപ്പുറത്തോട്ട് തിരിയരുത്. അപ്പുറത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാല് വിവരറിയും. ഇതിനോട് കൂടി തന്നെ ഞാൻ വേറൊരു പ്രസ്താവനയും കൂടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇസ്ലാമിക രാജ്യം തീർച്ചയായും വരണം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഇസ്ലാമിക രാജ്യം തീർച്ചയായും വരണം. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ചാവാനായിട്ട് സാമ്പാർ നാറി തുടങ്ങി. ഇന്നാണോ നാളെയാണോ എന്നറിയില്ല. അതുപോലെ ഇരിക്കുന്ന ഒരു കിളവൻ, അവൻ ഇസ്ലാമിക രാജ്യം വരണത്ര. ഞാൻ ചോദിക്കുന്നേ, ആകെ മതേതരത്വം പൂത്തുലിയല്ലേ ഇവിടെ? മതേതരത്വം പൂത്തുലിയല്ലേ ഇവിടെ? ക്രിസ്മസും പിന്നെ എന്താ പറയാ ഓണവും ക്രിസ്മസും പെരുന്നാളും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു മതേതര പിന്നെ സ്റ്റേറ്റ് ആണ് കേരളം എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഈ ഇസ്ലാമിക രാജ്യം എന്തിനാ വരുന്നത്? യമന്റെ മാത്രമാവണം എന്തിനാ? ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഈ കാരക്കുന്നേ ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പായ വിരിച്ചിരിക്കല്ലേ? ഒരു പായലല്ല എല്ലാരും കിടക്കണം, ഒരു പായലല്ല എല്ലാവരും ഇരിക്കണത്. അപ്പൊ പിന്നെ പ്രത്യേകമായിട്ടൊരു മുസ്ലിം രാജ്യം വരാനുണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതല്ല കാര്യം. ഞമ്മക്ക് ഇങ്ങനെ ഒതകി ഇങ്ങനെ കിട്ടണം, ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റാണ്. ഒട്ടകത്തിന് സ്ഥലം കൊടുത്താൽ എങ്ങനെയാണ്? അത് പതുക്കെ അതിന്റെ കുണ്ടി നീക്കി വന്നു കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ളവനും അതിന്റെ അപ്പുറത്തുള്ളവനും ഒക്കെ പോകും. പിന്നെ അവസാനം ഒട്ടകത്തിന്റെ മാത്രവും. അതാണ് വ്യത്യാസം. അപ്പൊ ഇത് ഏതാണ്ട് കറക്റ്റ് അതുപോലെയാണ്. കാരക്കുന്നിന് ഇനിയിപ്പോ ഇസ്ലാമിക രാജ്യം വന്നാലേ മൂപ്പർക്ക് ഉറക്കം വരുള്ളൂ. അതാണ്. ഇനി അതിനേക്കാൾ അടുത്ത വേറൊരു തീരുമാനം, മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം തീരുമാനം എടുക്കേണ്ടത് പള്ളിക്കമ്മിറ്റി. സ്ത്രീ പ്രവേശനം നിർബന്ധമാക്കുന്ന വിധി പുറപ്പെടുവിക്കരുത്. സ്ത്രീ പ്രവേശനം നിർബന്ധമാക്കുന്ന വിധി പുറപ്പെടുവിക്കരുത്. സുപ്രീം കോടതിയോട് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. എങ്ങനെയുണ്ട്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ചുമ്മാ പറയണതല്ല. നിങ്ങൾ നോക്ക്, ദേ ഈ കിളവന്റെ മോന്ത കണ്ടോ? കിളവൻ പറഞ്ഞേക്കണത് കണ്ടോ? ഇത് വെറുതെ പറയണതല്ല. അതിന്റെ അടിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്, മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം തീരുമാനമെടുക്കേണ്ടത് പള്ളിക്കമ്മിറ്റി. സ്ത്രീ പ്രവേശനം നിർബന്ധമാക്കുന്ന വിധി പുറപ്പെടുവിക്കരുത്.
അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാൻ വന്നപ്പോ ഏറ്റവും കൂടുതൽ മതിൽ കെട്ടാൻ വന്നത് താത്തമാരാ. അതാണ് തമാശ. ഹിന്ദുവിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാല് അവിടെ കയറിയിട്ട് അങ്ങ് മേയാൻ വരുന്നത് പള്ളിയുടെ ഉമ്മർത്ത് കൂടെ പോലും പോവാനായിട്ട് ഗതിയില്ലാത്ത താത്തമാരാണ്. കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ മതിലുകെട്ട്? ശബരിമലയില് പെണ്ണുങ്ങളെ കയറ്റണം എന്ന് പറഞ്ഞിട്ട് മതിൽ കെട്ടാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മതിൽ കെട്ടിയിരുന്നത് തട്ടട്ട താത്തമാരാണ്. ആ താത്തമാരുടെ ഗതി നോക്ക്, പള്ളിയുടെ മുമ്പ് കൂടെ പോലും പോവാൻ പാടില്ല. എന്തൊരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം! വാട്ട് എ കോമഡി! നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കോമഡികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ഞമ്മന്റെ പള്ളിയിൽ കയറിക്കൂടാ എന്നാ നിങ്ങളുടെ ശബരിമലയിലോ ഞമ്മളത് മുമ്പിലുണ്ടാവും, അവിടെ പെണ്ണുങ്ങളെ കയറ്റണം. അത് ഹിന്ദുവിന്റെ അല്ലേ? അവിടെ ഇപ്പൊ പെണ്ണുങ്ങളെ കയറ്റാതിരിക്കുക എന്തായാലും ഞമ്മക്കെന്താ? ഞമ്മക്കെന്തിന് പുഞ്ചക്കണ്ട, നമ്മുടെ കാലം കട്ട് കഴിക്കാന്ന് പറഞ്ഞ പോലെ ഞമ്മക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോ മുസ്ലിം രാഷ്ട്രം വരാൻ അങ്ങനെ കാത്തിരിക്കല്ലേ? ഇവിടെ അല്ലാണ്ട് തന്നെ കിടക്കപ്പുറത്തിയില്ല, അല്ലാതെ തന്നെ സമാധാനമില്ലേ, കിടക്കപ്പുറത്തിയില്ല. അപ്പൊ ഇനി ഞമ്മന്റെ മുസ്ലിം രാഷ്ട്രം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും എവിടേക്കെങ്കിലും മറ്റേ പണ്ഡിറ്റുകൾ ഓടിപ്പോയ പോലെ ജീവനും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ മതി, പിന്നെ ജീവിക്കണ്ട. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങള്. അതും കോടതി വരെ ഇതിനൊക്കെ കൂട്ടാണ്. കഴിഞ്ഞ 19 വർഷമായിട്ടൊരു ഹിന്ദു MLA ഇല്ല, വന്നിട്ടില്ല, വരണം എന്ന് പറഞ്ഞാൽ അതിനെ വരെ പരാമർശിക്കാനും അതിനെ വരെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ പറയുന്ന ഈ ഇസ്ലാമിക രാജ്യം വരണം ഇവിടെ ആരെങ്കിലും കേസെടുക്കുന്നുണ്ടോ കാരക്കുന്നിന്റെ പേരില്? ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ എവിടെ പോവും? കാരക്കുന്നേ ഓനെ കെട്ടിയുള്ള വീട്ടിൽ പതിച്ചു കിട്ടിയ സ്ത്രീധനത്തിന്റെ വകയായിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ തരുമോ? ഇസ്ലാമിക രാജ്യം വരണമെന്ന് കാരക്കുന്ന് പറയുന്നു. അപ്പൊ പിന്നെ ഇതിന്റെ പേരിൽ കേസെടുക്കണ്ടേ? വേണ്ടായിരിക്കും. ഗോപാലകൃഷ്ണൻ പറയുമ്പോ മാത്രമേ പ്രശ്നമുള്ളൂ, കാരക്കുന്ന് പറയുമ്പോ അങ്ങനെയല്ല, അതിങ്ങനെയാ. പിന്നെ നമ്മുടെ വേണുഗോപാലൻ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു സ്ഥലത്ത് 50 അവിടെ ഉണ്ടായിരുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ഞങ്ങൾ വീട് വെച്ചു കൊടുത്തു, എല്ലാ മുസ്ലിങ്ങൾക്കും വീട് വെച്ചു കൊടുത്തു. സർക്കാർ എന്താ മുസ്ലിമിന്റെ അട്ടിപ്പേറാണോ? മുസ്ലിമിന് മാത്രമാണോ സർക്കാർ സേവിക്കേണ്ടത്? അങ്ങനെയായിരിക്കും. ഇതൊക്കെ എന്ത് രീതിയിലുള്ള തോന്നിവാസങ്ങളാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ശരി, ഞരളത്ത് ഗോവിന്ദ അവിടെ ഇങ്ങനെ കൊട്ടിപ്പാടൽ തുടങ്ങട്ടെ. നമ്മുടേതായിട്ടുള്ള ക്ഷേത്രങ്ങളിലോ വിശ്വാസങ്ങളിലോ തന്നെ കണ്ടുപോവരുത്. കണ്ടു കഴിഞ്ഞാൽ എവിടെ വെച്ച് കണ്ടാലും ശരി, നിന്നെയൊക്കെ അമേധ്യത്തിൽ മുക്കിയിട്ടുള്ള ഞങ്ങൾ വെള്ളം നിന്റെ തലയിൽ കൂടെ ഒഴിക്കും. നിന്റെ സോപാന സംഗീതം ഞങ്ങളുടെ ക്ഷേത്രത്തിന് ഇനി വേണ്ട. നിന്റെ സോപാന സംഗീതം നീ മൊല്ലാക്കയുടെ വീട്ടിൽ പോയിട്ട് കൊട്ടിപ്പാടിയാൽ മതി. അവിടെ ബാങ്ക് കൊടുക്കുമ്പോൾ നീ അവിടെ കൊണ്ടുണ്ടാക്കിയാൽ മതി, നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരണ്ട. വരണമെന്നുണ്ടെങ്കിൽ നട്ടലിന് ആണുങ്ങളാണ് പെണ്ണുങ്ങളാണെങ്കിലും വേണ്ടില്ല, നല്ലത് കൊടുക്കണം ഇവനൊക്കെ. അങ്ങനെ കിട്ടിയാലേ ഇവനൊക്കെ പഠിക്കുള്ളൂ. കൊണ്ടുവരരുത്, കടന്നു വരരുത്. നീ എവിടെയാണോ പോയി അവിടെ പോയി നിന്നാ മതി, പിന്നെ ഇങ്ങോട്ടും ഉണ്ടാക്കാൻ വരണ്ട. അപ്പോ ഇനിയും ഇതുപോലെ ഞരടത്ത് ഗോവിന്ദന്മാര് വരട്ടെ, പൊന്നാനിയിലേക്ക് എത്രയും പെട്ടെന്ന് പോവട്ടെ, അവന്റെ സുന്നത്ത് കഴിയട്ടെ. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാം, സന്തോഷമായിട്ടിരിക്കാം. എന്താണെങ്കിലും ശരി, യൂട്യൂബിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇപ്പോഴും അതുപോലെ എന്താ പറയാ, എന്താണ് അയാളുടെ പേര്, അയ്യോ എനിക്ക് ഓർമ്മയില്ല, ഒരു മറ്റേ ഇത് പറഞ്ഞില്ലേ, അമ്പലത്തിന് 10 രൂപ കൊടുത്തു കഴിഞ്ഞല്ല 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് വേശ്യാലയത്തിന് കൊടുക്കുകയാണെന്ന് പറയുന്ന അയാളുടെ പേരെന്താണ്, എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ വേറൊരു പ്രസ്താവന കേട്ടിട്ടില്ലേ, എന്താണ്, ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ നരകത്തിലേക്ക് പോകുന്നു. ഈ പറയുന്ന സംഗതികൾക്കൊക്കെ ഞരളത്ത് ഗോവിന്ദൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. നമ്മൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഞരളത്ത് ഗോവിന്ദ എല്ലാവിധ ഭാവുകങ്ങളും അന്റെ പിന്നാമ്പുറം വിശാലമാവട്ടെ, ഒന്നുകൂടി വിശാലമാവട്ടെ, പിന്നെയും വിശാലമാവട്ടെ. നമ്മളും എല്ലാം പ്രാർത്ഥിക്കുന്നു അനക്ക് വേണ്ടിയിട്ട്. അപ്പോ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം, താങ്ക് യു.